വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലേക്ക് എൻ്റർ ആവുകയാണ്, സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് എൻ്റർ ആവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു ലിസണർ ആവുക. നിങ്ങൾ എത്ര വലിയ ബിസിനസ് ഓണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. കാരണം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോ, അതുപോലെ തന്നെ നിങ്ങൾ വളരെ എംപ്റ്റി മൈൻഡഡ് ആയിട്ട് വേണം നമ്മളുടെ ഓരോ ലെസണുകളും അറ്റൻഡ് ചെയ്യാൻ. ഓരോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക, അത് നിങ്ങളുടെ റിസൾട്ട് എടുക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഡിസിപ്ലിൻ ആയിരിക്കണം. ഡിസിപ്ലിൻ ആയിരിക്കണം. പിന്നെ ആക്ഷൻ ടേക്കർ ആയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്തില്ല, അപ്പോൾ അത് കാരണം റിസൾട്ട് കുറയും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കറക്റ്റായിട്ട് പ്രോസസ്സിലേക്ക് വരിക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്യരുത്. ഓവറായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് എക്സ്പെക്റ്റ് ചെയ്യരുത് ഒന്നും. കാരണം ഇതൊരു പ്രോസസ്സാണ്. ആ മാവ് വലുതായി കഴിഞ്ഞാലാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കായ്കൾ കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുക. അതിൻ്റെ എന്ത് മാറ്റമാണോ വന്നത് അത് അനലൈസ് ചെയ്യുക. കുറവാണോ കൂടുതലാണോ നോക്കുക. ഇനി അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് സത്യത്തിൽ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഒന്നും എനിക്ക് ഫോളോവറൊന്നും വന്നില്ലല്ലോ, ഒന്നും നമുക്ക് വ്യൂസ് ഒന്നും വന്നില്ലല്ലോ, റീച്ച് ആയില്ലല്ലോ, ആരും സേവ് ചെയ്തില്ലല്ലോ, ആരും ഷെയർ ചെയ്തില്ലല്ലോ, കോള് വന്നില്ലല്ലോ. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് അങ്ങനെ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും ഒരു ദിവസമോ 2 ദിവസങ്ങളോ വരുന്നല്ല. ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ എന്ത് ചെയ്യും, ടൈം എടുക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും വളരെ എക്സ്പേർട്ട് ആവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് വരും. ചിലപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഷൈ ആയിരിക്കും. അപ്പോൾ കുറച്ച് സമയം എടുക്കും അല്ലേ. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ ടു ഡേ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഡെസ്പ് ആവരുത്. ഫോളോ ആയിട്ടില്ല, അല്ലെങ്കിൽ റീച്ച് കൂടുന്നില്ല, വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഡെസ്പ് ആവരുത്. സെയിൽ കുറവാണ്, സെയിൽ കൂടുന്നില്ല, ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ മൈൻഡേ ചെയ്യരുത്. കാരണം ഇതൊരു പ്രോസസ്സാണ്. അറ്റ് ദ എൻഡ് നിങ്ങൾ പ്രോസസ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെയിലും കമൻസും ലൈക്കും ഫോളോവേഴ്സും ഒക്കെ റീച്ചും ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളും മാസങ്ങളും എന്ത് ചെയ്യുക, ഒന്നും എക്സ്പെക്ട് ചെയ്ത് എനിക്ക് സെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകും, എനിക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചെയ്യുന്ന എന്താണോ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കും. ഒരു കോൺഫിഡൻറ്റിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഓവർ എക്സ്പെക്റ്റേഷൻ ഒഴിവാക്കുക, ഓവർ തിങ്കിങ് ഒഴിവാക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾ അൾട്ടിമേറ്റ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ഗോളാണോ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യണം. നിങ്ങളുടെ ഡ്രീം എന്താണ് അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലൊരു വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിക്കി നോട്ട്സൊക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് സ്റ്റിക്കി നോട്ട് കാണിക്കാം. ഇതുപോലത്തെ സ്റ്റിക്കി നോട്ടൊക്കെ നമുക്ക് കിട്ടും, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പോയാൽ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വൈറ്റ് ബോർഡ്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കി നോട്ട്, മാർക്കർ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൊക്കെ ലിങ്കുകൾ താഴെ ഒന്ന് പ്ലേസ് ചെയ്തിടാം. നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാം, വീട്ടിലേക്ക് സാധനം എത്തും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറേ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ട്, അത് നിങ്ങൾക്കും ഇതാക്കാൻ പറ്റും. അപ്പോൾ എനിവേ നമ്മുടെ ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഗോൾ എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം. പല ആളുകളും പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഗോൾസ് സെറ്റ് ചെയ്യാം, വീക്ക്ലി ഗോൾസ് സെറ്റ് ചെയ്യാം. അതായത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ മന്ത്ലി ഗോൾസ്, അല്ലെങ്കിൽ 3 മന്ത് ഗോൾ, 6 മന്ത് ഗോൾ, 1 ഇയർ ഗോൾ, 5 ഇയർ ഗോൾ, 10 ഇയർ ഗോൾ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഒരു 1 ഡേ ഗോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഞാൻ വേണ്ട കണ്ടന്റുകൾ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഫോളോ അപ്പിന് വേണ്ട ടൈം ഇൻവെസ്റ്റ് ചെയ്യും. പല ആളുകളുടെയും പ്രശ്നം ടൈമില്ല അല്ലെങ്കിൽ ക്യാഷ് ഇല്ല എന്നുള്ള. അപ്പോൾ നിങ്ങളൊരു 24 മണിക്കൂറിൽ എന്ത് ചെയ്യുക, ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. പല ആളുകളും പ്രസൻറ്റിലേക്കുള്ള കാര്യങ്ങൾ മാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗിളിങ്ങിന് പോകും. അപ്പോൾ ഒരു ദിവസത്തിൽ കുറച്ച് സമയം ഫ്യൂച്ചറിലേക്കും, ഫ്യൂച്ചർ മാർക്കറ്റിങ്ങിനും, ഫ്യൂച്ചർ റിസൾട്ടിനും കൂടി വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്യണം അത് കറക്റ്റ് എഴുതി വയ്ക്കുക. ഒരു മാസം എന്ത് ചെയ്യണം, നിങ്ങളൊരു 100 വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 500 സെയിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ 1 ലാഖിൻ്റെ സെയിൽ ഞാൻ 3 മാസത്തിനുള്ളിൽ അച്ചീവ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലത്തെ വൈറ്റ് ബോർഡിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ സ്റ്റിക്കി നോട്ടൊക്കെ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. എന്താ പറയുക, നിങ്ങളുടെ ഗോള് ഇപ്പോൾ ഒരു 1 ലക്ഷം എന്ന് പറയുന്ന ഞാൻ അച്ചീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ഗോള് 1 അങ്ങനെ പല രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഗോൾസ് സെറ്റ് ചെയ്യുക. 1 മന്തോ 3 മന്തോ 6 മന്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഡ്രീം, ഇപ്പോൾ നിങ്ങൾ വീട് മേടിക്കാം, കാറ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇത്ര രീതിയിലേക്ക് എൻ്റെ ബിസിനസ് ഓൾ ഇന്ത്യ ലെവലിലേക്ക് മാറ്റണം, ഇത്ര ഷോറൂമുകൾ, അങ്ങനെ പല ഡ്രീംസും ഗോൾസും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട്. കാരണം നമുക്കൊരു
ഡയറക്ഷൻ, നമ്മൾ എവിടെ എത്തണം എന്നുള്ള ഡയറക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല അല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ റോഡിലൂടെ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇത് എത്തണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റ് ഇത്രയും ദൂരങ്ങൾ എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യാൻ തയ്യാറാവുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ബെനിഫിറ്റുകൾ, പ്രോഫിറ്റാണ്. ഇതേമാതിരി ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എൻഡ് ആയിട്ട് നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ പോകുന്നത് അതൊരു ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രീം ബുക്ക് അല്ലെങ്കിൽ ഗോൾ ബുക്ക് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതുണ്ടെങ്കിലേ സക്സസ് ആകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡെയിലി ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ കാണുന്നിടത്ത് പ്ലേസ് ചെയ്ത് വെക്കുക, ഈ പ്രോസസ്സിൽ നിങ്ങൾ എൻ്റർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില ചലഞ്ചായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിനെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ കണ്ടന്റുകളും നിങ്ങൾ ചിലപ്പോൾ മുന്നേ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഡോണ്ട് വറി. കാരണം നിങ്ങൾ ഓരോ സമയം കേൾക്കുമ്പോഴും ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചെയ്തിട്ട് ഞാൻ റിസൾട്ട് എടുത്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ചെയ്യുക. ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വീണ്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള വീഡിയോസിൽ ഒന്നും കൂടി ഫാസ്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോഴും സംശയങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്നത് ചെയ്ത് നോക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, റിസൾട്ട് എടുക്കുക. അല്ലാതെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് പിന്നെ അത് നോക്കി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുമില്ല, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്ന് വീഡിയോ കാണുന്നത്, അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരുന്നത്, അത് മനസ്സിലാക്കിയിട്ട് ആക്ഷൻ എടുക്കുക. അപ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.